ഇൻസുലിൻ എന്ന ഹോർമോണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ ഒന്നാണ് ഈ ഇൻസുലിൻ. ഇതാണ് നമ്മുടെ സെൽസിന് അല്ലെങ്കിൽ ടിഷ്യൂസിന് സിഗ്നൽ കൊടുക്കുന്നത് ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ, ഷുഗറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും അതിനേക്കാളും പ്രശ്നമാണ്. അതുകൊണ്ടാണ് പല ഗവേഷകരും ഇതിനെ ഡബിൾ എഡ്ജ് സ്വാഡായി കണക്കാക്കുന്നത്. അതായത് രണ്ടറ്റവും കൂർത്ത വാളിന് സമാനമായി പരിഗണിക്കുന്നത്. ഇൻസുലിൻ ലെവൽ ശരീരത്തിൽ കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ബ്ലഡിൽ നിന്ന് ഷുഗറിന്റെ അബ്സോർപ്ഷൻ കുറയും. ഇങ്ങനെ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ ക്രമാതീതമായി ഉയരുമ്പോൾ ഗ്രാജുവലി ഇത് പ്രമേഹം എന്ന മാരകമായ രോഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഒരളവിൽ കൂടിയാൽ കുറയുന്നതിനേക്കാളും വളരെ അപകടകരമാണ്. ഇത്തരത്തിൽ കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി നടക്കുന്ന ഏജിംഗ് പ്രോസസ്, സെല്ലുലാർ ഏജിംഗ് പ്രോസസ് അത് സ്പീഡപ്പ് ചെയ്യും. ഇന്ന് നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ ഇന്ത്യൻ ഡയറ്റിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വെസ്റ്റേൺ ഡയറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. അതായത് റീഫൈൻഡ് ഗ്രെയിൻസ്, ഹൈ ഷുഗറി ഡ്രിങ്ക്സ്, സ്വീറ്റ്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കും. അപ്പോൾ നാച്ചുറലി നമ്മുടെ ബോഡി അതിനനുസരിച്ച് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടും, ഇൻസുലിൻ ലെവലും കൂടും. ഇത്തരത്തിൽ ഇൻസുലിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതാണ് സെൽ ഏജിംഗ് എന്ന പ്രോസസ്സിന്റെ വേഗത അധികമാക്കുന്നത്. നോർമലി ഒരു സെൽ സൈക്കിൾ നടക്കുമ്പോൾ എല്ലാം ഒരു പ്രോഗ്രാംഡ് സ്റ്റേറ്റിലാണ് നടക്കുന്നത്. അതായത് സെൽ ഡിവിഷൻസ് പ്രോപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ DNA കോപ്പി ചെയ്യുന്നത് അത് പ്രോപ്പർ ആണെന്ന് ചെക്ക് ചെയ്യപ്പെടും. സെൽസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യപ്പെടും. ഇതെല്ലാം പ്രോപ്പറായി നടക്കും. ഷോർട്ടായി പറയുകയാണെങ്കിൽ ഒരു ഇൻട്രാ സെല്ലുലാർ ഹൗസ് കീപ്പിംഗ് തന്നെ ഇവിടെ നടക്കും. അതായത് സെല്ലിന്റെ ഉള്ളിൽ ഒരു ഹൗസ് കീപ്പിംഗ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇതുവഴി നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം സുഗമമാകും. But the issue arises when there is a spike in insulin level. ഇൻസുലിൻ ലെവൽ ശരീരത്തിന്റെ അകത്ത് അളവിൽ ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിലാണ് ശരിക്കുമുള്ള വിഷയം വരുന്നത്. ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് കൊണ്ട് ശരീരത്തിൽ ഇൻസുലിന്റെ ലെവലും കൂടും. ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? സെല്ലിന് സിഗ്നൽ കൊടുക്കും, ബ്ലഡിൽ ആവശ്യത്തിൽ അധികമായി എനർജി സോഴ്സ് ഉണ്ട്, സോ ലാവിഷാണ്, നീ അധികമായി എടുത്ത് ഉപയോഗിച്ചോ, വെറുതെ കഷ്ടപ്പെടേണ്ട, സെൽ സൈക്കിളിന്റെ സ്പീഡ് കൂട്ടിക്കോ, അത് ബ്ലഡിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇത്തരത്തിലുള്ള സിഗ്നൽ സെൽസ് റിസീവ് ചെയ്ത് ബ്ലഡിൽ നിന്നുള്ള ഷുഗർ കൂടുതലായി അബ്സോർബ് ചെയ്യും. ഇങ്ങനെ കൂടുതലായി ബ്ലഡ് ഷുഗർ അബ്സോർബ് ചെയ്ത് ഇതിന്റെ സെൽ സൈക്കിളിന്റെ വേഗത കൂട്ടും. സെൽ സൈക്കിളിന്റെ വേഗത കൂടുക എന്ന് പറയുന്നത് എന്താണ്? സെൽ ഡിവിഷൻ വേഗത്തിൽ നടക്കും, DNA കോപ്പി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യപ്പെടാതെ വരും, ഡാമേജ് ആയ സെല്ലുകൾ റിപ്പയർ ചെയ്യാതെ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ഇത്തരത്തിൽ ഡാമേജ് ആയ സെല്ലുകളെ റിപ്പയർ ചെയ്യാതെ ആ സെൽസ് അവിടെ ഇരുന്ന് കിട്ടുന്ന എനർജി സോഴ്സ് ഉപയോഗിച്ച് അത് അവിടെ നിന്ന് വളരും. ഇങ്ങനെ വളരുന്നത് കൊണ്ട് അവയവങ്ങളുടെ പ്രവർത്തനം ദ്രുതഗതിയിലാകും. ഇത് ഒരുപാട് ക്രോണിക് ഡിസീസുകൾക്ക് വഴിവെക്കും. സോ ഇൻസുലിൻ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ടാണ് പല ഗവേഷകരും ഇതിനെ ഡബിൾ എഡ്ജ് സ്വാഡായി കണക്കാക്കുന്നത്. ഇനി ഇൻസുലിൻ കുറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസ് ഡാമേജ് ആകുന്നത്. ഇത്തരത്തിൽ ബീറ്റാ സെൽസ് ഡാമേജ് ആകുന്നത് ഇൻസുലിന്റെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ടാണ്. സോ ലിറ്ററലി ഇൻസുലിൻ കുറയുന്നതിന്റെ ഒരു കാരണം ഇൻസുലിൻ ഓവർ പ്രൊഡക്ഷൻ ആണ്. അതായത് ഷുഗർ കണ്ടന്റ് ആഹാരത്തിൽ വളരെ കൂടുതലായി ഉപയോഗിക്കുന്നത്. എങ്ങനെ നമുക്ക് ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കാൻ സാധിക്കും എന്ന് നോക്കാം. നമ്പർ 1, കീറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്പർ 2, ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. നമ്പർ 3, ബ്ലഡ് ഷുഗർ സ്പൈക്ക് കൂട്ടാത്ത ആഹാരങ്ങൾ, എക്സാമ്പിൾ എഗ്, ഹോൾ ഗ്രെയിൻസ്, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, അവക്കാഡോസ് ഇതൊക്കെ കഴിക്കുക. അതുപോലെ ഷുഗർ സ്പൈക്ക് കൂട്ടുന്ന ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ പൊട്ടറ്റോ, പാസ്ത, യോഗർട്ട്, മിൽക്ക് ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ് സർക്കിളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ.